അല്ല ഞാൻ ചോദിച്ചത്. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു എന്താണ് പ്രാർത്ഥന, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ? അതൊന്ന് പറയുങ്ങള്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതിന് ആ സാധനം എന്താണ് പ്രാർത്ഥന പറഞ്ഞാല്? അഭൗതികമായ പറയാം. അത് കിട്ടാനാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. അഭൗതികമായ, ഭൗതികമോ ഭൗതികമോ ആയ ഏത് കാര്യവും, ഭൗതികവും ഏത് കാര്യവും അള്ളാഹുവിനോട് ചോദിക്കുക. വേറെ ആരോടും പറ്റൂല. വേറെ ആരോടും പറഞ്ഞാൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം, അപ്പൊ എന്റെ ഉമ്മാനോടോ വാപ്പാനോട് ചോദിക്കില്ല, അത് പ്രാർത്ഥനയല്ല. ഉദാഹരണം പറയാം. ഒരു കൺഫ്യൂഷനും ഇല്ല. ഭൗതികവും അഭൗതികവും നിങ്ങൾ പറഞ്ഞല്ലോ, അത് രണ്ടും അള്ളഹാനോടെ ചോദിക്കാൻ പറ്റുള്ളൂ. അതോ ഭൗതിക അല്ലാത്തവരോടും ചോദിക്കാന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഭൗതിക ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. അല്ല, ഉദാഹരണം ഒന്നും ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞത് ഭൗതികോ അഭൗതികോ അള്ളഹാനോട് ചോദിക്കാന്നാണ്. അങ്ങനെയാണോ? അള്ളാഹുവിനോട് ചോദിക്കാം, അള്ളഹാനോടെ ചോദിക്കാൻ പാടുള്ളൂ. ഭൗതിക ഭൗതികമായ കാര്യം ഒരു ഗ്ലാസ് വെള്ളമോ അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഭൗതിക കാര്യം അല്ലാത്തവരോടും ചോദിക്കാം, അള്ളാഹു ഇല്ലാത്തവരോട് ഭൗതിക അല്ലാത്ത കാര്യം ചോദിക്കാം. അത് പ്രാർത്ഥനയാവില്ലല്ലോ. അതെ, എപ്പോഴും പ്രാർത്ഥന ആവില്ല. അതാ ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി, അത് പ്രാർത്ഥന ആവില്ല. പറയുന്നത് അതെ, അത് പ്രാർത്ഥന ആവില്ല. എപ്പോഴാ പിന്നെ പ്രാർത്ഥന ആവല്? ഡോക്ടറെ കാണാൻ പോയി, ഞാൻ പറയാണ് എനിക്ക് ഡോക്ടറെ എനിക്ക് അസുഖമാണ്. കുഴപ്പമില്ല. അദ്ദേഹം അപ്പോൾ അതിന് മരുന്ന് തന്ന് പ്രാർത്ഥന അല്ല. പകരം ഞാൻ പോയിട്ട് പറയാണ് ഡോക്ടറെ നിങ്ങൾ എന്റെ അസുഖം മാറ്റിത്തരൂ എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥനയായി. ഭയങ്കര പ്രാർത്ഥന തന്നെയാണല്ലേ. അപ്പൊ ഡോക്ടറോട് ചെന്നിട്ട് ഞാൻ പറയാണ് എന്റെ അസുഖം ഒന്ന് മാറ്റിത്തരീന്ന് പറഞ്ഞ ഓമുശിരിക്ക. കാരണം അല്ല, ഇത് പറ, ഡോക്ടറോട് ചെന്നിട്ട് പറയാണ് എന്റെ അസുഖം ഒന്ന് മാറ്റി തന്നെ ഓൻ കാഫിറ? ഡോക്ടർക്ക് സ്വയം ആ അസുഖം മാറ്റാൻ അതൊക്കെ പിന്നെ അതൊക്കെ വേറെ അതൊക്കെ ചോദിച്ചു. ഡോക്ടറോട് ചെന്നിട്ട് ഒരാൾ പറയാണ് ഡോക്ടറെ എന്റെ അസുഖം മാറ്റണേ, ഓൻ മുശ്രിക്കാണോന്നാ ചോദിച്ചു. ഡോക്ടറോട് അഭൗതികമായിട്ട് ഡോക്ടറോട് അഭൗതികമായിട്ട്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞൊരു ചുരുക്കം എന്താന്ന് വെച്ചാൽ അഭൗതികമായ കാര്യങ്ങൾ അല്ലല്ലാത്തവരോട് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാൻ, അല്ലേ? ഈ അഭൗതികം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കഴിയാത്ത എടുക്കുമാനെ 37 ഇങ്ങോട്ടുണ്ട്. അതെ, നിങ്ങൾ കുറെ കാലായി ഈ പ്രാർത്ഥന ലോകത്ത് ഒരുപാട് സമയമായി ഈ സമുദായത്തെ അഭൗതികമായ കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കലാണ് പ്രാർത്ഥന. അത് അള്ളാഹിനോടെ പറ്റൂ എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട്. ശരിക്കും സ്ക്രീനിലേക്ക് നോക്കിക്കോ. നിങ്ങളെ നേതാവ് സക്കരിയ സ്വലാഹി ആ നിർവചനത്തെ പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ പോവാണ്. കേട്ടോ, നിങ്ങൾ പറഞ്ഞെന്താ? മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കലാണ് പ്രാർത്ഥന. നോക്ക്, ഞങ്ങളെ നശിപ്പിക്കാൻ പോവാണ്. വെക്ക്. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, കേട്ടോ, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു, അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്കും ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SI ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മള് പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കൈവിന് അപ്പുറത്തുള്ള കാര്യത്തിൽ. അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഇയാള് പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ അതാണ്. അപ്പൊ സുഹൃത്തെ, ഇല്ല. ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരൊറ്റ ചോദ്യം, ഈ മുജാഹിദീങ്ങൾക്ക് മൊത്തം മറുപടി പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ മനുഷ്യന്മാർക്ക് കഴിയാത്തത്. അപ്പൊ സക്കരിയ പൊളിച്ചു തന്നു. ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ പ്രാർത്ഥന ഇപ്പൊ തിരിയുണ്ട് എല്ലാവർക്കും. പ്രാർത്ഥന എന്താന്ന് സാധിക്കൊക്കെ തിരിഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ സംഭവം.